കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോസ്കൽ പ്രവചനം 34-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിക്കുന്നത് എന്തെന്നാൽ യഹോവ ദൈവം കരുണയും കൃപയുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാകുന്നു. ഇസ്രായേൽ ജനം ഹല്ലേലൂയ ദൈവത്തിന് വിരുദ്ധമായി അവിടെ സ്വന്തം ഇഷ്ടപ്രകാരവും മ്ലേച്ഛകരമായി എന്നുവേണ്ട സകലത്തിലൂടെ കടന്നുപോയപ്പോൾ ഹല്ലേലൂയ അവിടെ ജീവിതത്തിൽ ദൈവത്തോട് അടുക്കാതെ അവിടെ ഇഷ്ടപ്രകാരം കടന്നുപോയതിൻ്റെ ഫലമായിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ യഹോവയായ ദൈവം അവരെ വെറുക്കുവാൻ തക്കവണ്ണം നമ്മുടെയായി തീർന്നില്ല. അവരോട് പറയുകയാണ് ഹല്ലേലൂയ, ഞാൻ ദീർഘക്ഷമയും മഹാദയും കരുണയുമുള്ളവനാണ്. ആ ഹല്ലേലൂയ ഇന്ന് നമ്മുടെയും ജീവിതത്തിനകത്ത് പ്രൈസ് ദി ലോർഡ് നാം ദൈവസന്നിധിയിൽ നമ്മൾ അകന്നു മാറുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ വിട്ട് മാറുമ്പോഴും ഹല്ലേലൂയ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ ദീർഘക്ഷമയും മഹാദയുമുള്ളവനാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കയറി വന്നാൽ ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നുപോയാലും നാം കൈവിട്ടാലും കൈവിടാത്ത ഒരു സ്വർഗീയ പിതാവായ ദൈവമുണ്ട്. ഇസ്രായേലിനെയും യഹൂദനെയും കൈവിടാത്ത ഒരു യഹോവയായ ദൈവമുണ്ട്. അത് നമ്മുടെ സാക്ഷാൽ യഹോവയായ ദൈവമാണ്. ആ കർത്താവാ ദൈവം ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാൻ തക്കവണ്ണം കർത്താവായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നാം ജീവിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവ പൈതലേ, കർത്താവായ ദൈവ നിന്റെ മുമ്പിലുള്ള എല്ലാ ദുർഘടങ്ങളെയും മാറ്റി ദീർഘക്ഷമയോടെ നിന്നെ വഴി നടത്തുവാൻ തക്കവണ്ണം സ്വർഗം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറ, കർത്താവായ ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം ക്ഷമിച്ച് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തക്കോണം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് യഹോവയായ ദൈവം ഹല്ലേലൂയ ദീർഘക്ഷമയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3:11 വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, സഹിഷ്ണുതയ്ക്ക് ദീർഘക്ഷമയായിരിക്കുന്ന കർത്താവായ യേശു ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് കൊലോസ്യയിലുള്ള സഭാവിശ്വാസികളോട് അവിടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ പ്രതിസന്ധികളും കൊരിന്ത്യ പട്ടണത്തിലുള്ളതായ ഹല്ലേലൂയ വിശ്വാസികളുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അവരോട് പറയുകയാണ്, ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ സഹിഷ്ണുതയുള്ളവരായി മാറണം. പൗലോസ് അവിടെ ജീവിതത്തിൽ സഹിഷ്ണുതയുള്ളതായി മാറിയതുപോലെ ദൈവ പൈതലേ, ഇന്ന് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവായ ദൈവ സഹിഷ്ണുതയുള്ളതായി മാറുവാൻ തക്കവണ്ണം നമ്മുടെയായി തീരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കൊലോസ്യ ലേഖനം 1:11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദിനങ്ങളിൽ ഹല്ലേലൂയ സഹിഷ്ണുതയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് സഹിഷ്ണുത തരുമാറാകണമേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവായ ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു താഴ്മയുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മുടെ സഹിഷ്ണുതയെ കണ്ട് ഹല്ലേലൂയ മനസ്സലിയുന്ന ഒരു സ്വർഗീയ പിതാവായ ദൈവം, അതാണ് കർത്താവായ ദൈവം പറയുന്നത്, ഞാൻ ദീർഘക്ഷമയും മഹാദയുമുള്ളവനാണ്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ആ സഹിഷ്ണുത കാണിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. 1 തിമോഥെയോസ് 1:16 വാക്യത്തിൽ പറയുന്നു, സകല ദീർഘക്ഷമയും ഹല്ലേലൂയ ഒന്നാമതായി എന്നിൽ ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെതായ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദീർഘക്ഷമ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് 1 തിമോത്തി 1:16 പറയുന്നു, യേശു ക്രിസ്തു നിത്യജീവനായി കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിൽ സകല ദീർഘക്ഷമയും ഒന്നാമതായി തരുന്ന ഒരു കർത്താവായ ദൈവം. ആ കർത്താവായ ദൈവത്തെ നാം മുറുകെ പിടിക്കുമ്പോൾ ഈ ദിനങ്ങളിൽ ദൈവ പൈതലേ, ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സകലത്തിലും സഹിച്ചു പോകുവാനുള്ള കൃപ, ആ ദീർഘക്ഷമ കർത്താവായ ദൈവം
തരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പറ, കർത്താവായ ദൈവമേ, എനിക്ക് എല്ലാത്തിലും സഹിച്ചു നിൽക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തരുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം അനുഗ്രഹിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് ഷെയർ ചെയ്യുവാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ ഹല്ലേലൂയ ഇത് കമന്റ് ചെയ്യണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.